അപ്പോൾ ഇതാണ് പോക്കറ്റ് വാമേഴ്സ്. വിൻ്ററിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഈ ഒരു ഐറ്റം ഏകദേശം 5 സെക്കൻഡ് കൊണ്ട് ചൂടാവും. അതിൻ്റെ ചൂട് ഏകദേശം 30 മുതൽ 40 മിനിറ്റ് വരെ മെയിൻറ്റെയിൻ ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ വിൻ്ററിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ജാക്കറ്റിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇതങ്ങ് ഇടുക. അപ്പോൾ കുറേ സമയം നമുക്ക് ഇതിൻ്റെ ഒരു ഹീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി സ്ലോയിലൊക്കെ ആ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ അവർക്ക് ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിൻ്റെ യൂസ് ശരിക്കും പറഞ്ഞാൽ സ്കൂളിലേക്ക് നടന്നു പോകുന്ന കുട്ടികൾ, ബൈക്കേഴ്സ്, പിന്നെ ഈവനിങ് വാക്സിന് പോകുന്നവരെ, അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വരുന്നവർക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാം. ഈ സാധനം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിക്കാം. ഇതാണ് പോക്കറ്റ് വാമേഴ്സ്. നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ലിക്വിഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ കാണുന്ന കോയിൻ ഒന്ന് പ്രസ് ചെയ്താൽ സ്പോട്ടിൽ തന്നെ ലിക്വിഡ് ഫോം മാറി സോളിഡ് ഫോം ആവും. അപ്പോൾ തന്നെ വാം ആവാൻ തുടങ്ങും. റീയൂസബിൾ പോക്കറ്റ് വാമേഴ്സാണ്. വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ മാർക്കറ്റിൽ സിംഗിൾ യൂസ് ഹാൻഡ് വാമേഴ്സും ഉണ്ട്. അതിന് ഏകദേശം 8 hours വരെ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയപ്പെടുന്നു. അടുത്ത ആഴ്ച ഒഫീഷ്യലി ന്യൂസിലാൻഡിൽ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇനി സ്നോയിലൊക്കെ പോകുമ്പോൾ ഈ സാധനമായിട്ട് പോവാം. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വിശേഷങ്ങൾക്ക് വേണ്ടി ഈ ചാനലായ കിൻസി ഫോട്ടോഗ്രാഫി എന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ.